ഹലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ് വൈറൽ ചീസ് കേക്ക്. നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഞാൻ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ലോട്ടസ് ബിസ്ക്കറ്റ് ആൻഡ് ദ മെയിൻ ഗ്രീക്ക് യോഗട്ട്. ഓക്കെ, പിന്നെ ഇതിലെല്ലാവരും ചേർത്തൊരു സംഭവം എന്ന് വെച്ചാൽ കോഫി ആയിരുന്നു. ആക്ച്വലി ഞങ്ങളൊരു കോഫി ലവേഴ്സ് ആണെങ്കിലും ഞാനിപ്പോൾ അതിവിടെ എടുക്കാത്തത്, ഞാൻ കണ്ട പല വീഡിയോസിൻ്റെ കമൻസിലും കോഫി അതങ്ങോട്ട് സെറ്റായി വന്നില്ല എന്നാണ് കണ്ടത്. അപ്പോൾ ഈ സാധനം വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ, അത് കാരണം ഞാനിപ്പോൾ കോഫി ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ബിസ്കോഫും ഗ്രീക്ക് യോഗട്ടും വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. എല്ലാവരും ഈ യോഗട്ടിൻ്റെ ഈ ബോക്സിൽ തന്നെയാണ് ബിസ്ക്കറ്റ് കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. ഞാൻ പക്ഷേ അതൊരു ബൗളിലേക്ക് മാറ്റാണ്. പലരുടെയും അകത്തും ഇങ്ങനെ കുത്തി വെക്കുമ്പോഴത്തേന് ഒരു സുഖമില്ലാത്ത രീതിയിലാണ് വീഡിയോ കണ്ടത്. ഞാനത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രീസ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി. ഓക്കെ, ഇത് നമ്മുടെ വെള്ളം രണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബിസ്ക്കറ്റിനെ ഒത്തിരിക്കും. ആക്ച്വലി ഗ്രീക്ക് യോഗട്ട് നല്ല പുളിയാണ്. ലോട്ടസ് ബിസ്കോഫ് ആണെങ്കിൽ നല്ല മധുരമുള്ള ബിസ്ക്കറ്റ്. അപ്പം ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരിക എന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയാൽ ഫൈനലി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും വെച്ച് നിർത്തുവാണ്. ഓക്കെ, ഇനി കോഫി ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയം ഇപ്പോഴാണ്. നമ്മളത് ആഡ് ചെയ്യുന്നില്ല, പകരം കുറച്ച് ബിസ്ക്കറ്റ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കഴിയും. ഇനി നമുക്കിത് അടയ്ക്കാം. സിമ്പിൾ. ഇനി ഇത് 8 hours നമ്മൾ ഫ്രീസ് ചെയ്തിട്ടായിരിക്കണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. അപ്പം ഇപ്പം രാത്രിയാണ്. ഞങ്ങളിത് ഫ്രീസ് ചെയ്ത് നാളെ ഓപ്പൺ ചെയ്ത് അന്നക്കുട്ടിയുടെ കമൻറ്റോട് കൂടി ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ 8 hours ഫ്രീസ് ചെയ്യും. അപ്പോൾ അന്നക്കുട്ടിയുടെ കമൻറ്റ് കിട്ടി, യമ്മിയാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ലതാണെന്ന് പറഞ്ഞു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീക്ക് യോഗട്ട് നല്ല പുളിയായിരുന്നു. ബിസ്കോഫ് നല്ല മധുരമുള്ള ബിസ്ക്കറ്റും. അപ്പോൾ ആ പുളിയും മധുരവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഗുഡ് ടേസ്റ്റ്. പക്ഷെ അപ്പോഴും ഗ്രീക്ക് യോഗട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ, പുളി മുന്നിൽ തന്നെയാണ്. എന്നാൽ ബിസ്കോഫിൻ്റെ മധുരവും കൂടി വരുമ്പോൾ ഓവർ സ്വീറ്റ് അല്ല, ബട്ട് ഒരു നല്ലൊരു ബാലൻസ്ഡ് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചു നോക്കാം. പൊതുവെ ബിസ്ക്കറ്റ് എനിക്ക് സാധാരണ കഴിക്കുന്ന പോലെ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കഴിക്കാൻ പറ്റാറില്ല. എനിക്ക് അത്രയും സ്വീറ്റ് ഇഷ്ടമുള്ള ആളല്ല, ഞാൻ അത്രയും സ്വീറ്റ് കഴിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഓവർ സ്വീറ്റ്നെസ് ബാലൻസ്ഡ് ആണ്. ഗ്രീക്ക് യോഗട്ടുമായിട്ട് ബാലൻസ്ഡാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓരോരുത്തരുടെയും ലൈക്സും ഡിസ്ലൈക്സും വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ എന്താണ്, ഡു ട്രൈ ഇറ്റ് ഔട്ട്. സാധാരണയൊക്കെ ഈ വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡെസേർട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി ഹെൽത്തിയസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് യോഗട്ട് ഉള്ളതുകൊണ്ട് ഹെൽത്തിയസ്റ്റ് ആണ്. അപ്പോൾ ഒന്നും പറയുന്നില്ല, ട്രൈ ചെയ്ത് നോക്കാം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.